നമസ്കാരം. സംസ്ഥാന CPMലെ അവസാന വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ പിണറായിക്കെതിരെ പാർട്ടിക്കുള്ളിലും മറുവാദം ഉയരുന്നത് പാർട്ടി ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ്. തദ്ദേശത്തിലെ തോൽവിയോടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യമുയർത്താൻ പാർട്ടിയിലെ ചിലർക്ക് നാവ് പൊന്തിയത്. ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ അപ്രതീക്ഷിതമായി പിണറായിസത്തിനെതിരെ ചോദ്യമുയർന്നത് ഒരു സൂചനയായി വിലയിരുത്തുന്നവരും ഏറെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ നയിക്കണോ എന്ന ചോദ്യം ഭാവിയിൽ ഉയരുമോ എന്നുകൂടി കണ്ടറിയണം. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വൈകിയെത്തിയ മുഖ്യമന്ത്രി ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് നീക്കം ഏതാനും വാക്കുകളിൽ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന ചോദ്യം ചിലർ ഉന്നയിച്ചു. PM-ശ്രീ പദ്ധതിയിലുണ്ടായതിന് സമാനമായ വിമർശനം ഇക്കാര്യത്തിലുണ്ടാകുമെന്ന് സംസാരിച്ചവർ ചൂണ്ടിക്കാണിച്ചു. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെ ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നത് പാർട്ടി ഇതുവരെ എടുത്തു പോന്ന നിലപാടുകൾക്ക് ചേരുന്നതാകില്ലെന്നും ചിലർ പറഞ്ഞു. പിണറായിയുടെ ഒറ്റയാൻ പോക്കാണ് തദ്ദേശത്തിൽ തിരിച്ചടിയായതെന്ന വികാരം പാർട്ടിക്കുള്ളിൽ പ്രകടിപ്പിക്കുന്നവരുണ്ട്. PM-ശ്രീയിൽ പാർട്ടിയെയും മുന്നണിയെയും ഇരുട്ടിൽ നിർത്തിയാണ് പിണറായി തീരുമാനം കൈക്കൊണ്ടത്. ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണറുമായി ഒത്തുതീർപ്പുണ്ടാക്കിയത്. ഒത്തുതീർപ്പ് വേണ്ടിവരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. എന്നാൽ RSS അജണ്ട നടപ്പിലാക്കുന്നതിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതിരോധം കൂടിയാണ് സുപ്രീം കോടതിയിലെ പോരാട്ടമെന്നും അതിൽ നിന്ന് മാറുന്നത് തിരിച്ചടിയാകുമെന്നും പറഞ്ഞ് ഒരു വിഭാഗം നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തെ എതിർത്തു. PM-ശ്രീയിൽ ഒപ്പിട്ട അനുഭവം ചിലർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഒത്തുതീർപ്പിലെത്താതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറഞ്ഞതോടെ സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന യോഗത്തിലാണ് വിഷയം ഉന്നയിച്ചത്. ഇതിനു മുൻപ് തന്നെ മന്ത്രിമാരായ P രാജീവിനെയും R ബിന്ദുവിനെയും മുഖ്യമന്ത്രി ലോക്ഭവനിലേക്ക് അയച്ച് ഒത്തുതീർപ്പിനുള്ള ആദ്യഘട്ടം പൂർത്തിയാക്കിയിരുന്നു. ഏതൊക്കെ ഉപാധിയിലാണ് സർക്കാരും ഗവർണറും ഒത്തുതീർപ്പുണ്ടാകുന്നതെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടില്ല. ചർച്ചയുമുണ്ടായില്ല. സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നയാളെ ഗവർണർ നിയമിക്കണമെന്നായിരുന്നു ആദ്യം സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇത് അംഗീകരിക്കാതിരുന്ന ഗവർണറുടെ നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചതാണ്. സമവായത്തിലെത്തിയില്ലെങ്കിൽ VC നിയമന നടപടികളിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കി കോടതി അതിനുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ഇങ്ങനെ VC നിയമനത്തിൽ സർക്കാരിന് പൂർണ്ണ മേൽക്കൈ ലഭിക്കാനുള്ള ഘട്ടത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങിയതിനാലാണ് CPMൽ എതിർപ്പുണ്ടായത്. മന്ത്രിമാരുമായുള്ള ചർച്ചയിൽ BJP ബന്ധമുള്ള ആർക്കെങ്കിലും നിയമനം നൽകണമെന്ന് താൽപ്പര്യം തനിക്കില്ലെന്നും VC നിയമനം ചാൻസലർ എന്ന നിലയിൽ ഗവർണറാണ് നടത്തേണ്ടതെന്നാണ് ഗവർണർ പറഞ്ഞത്. പേരുകളിലേക്ക് വന്നപ്പോൾ സർക്കാരുമായി ഏറ്റുമുട്ടി നിൽക്കുന്ന ഡോക്ടർ സിസ തോമസിനെ നിയമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സജി ഗോപിനാഥിന്റെ പേര് മന്ത്രിമാർ നിർദ്ദേശിച്ചു. എന്നാൽ അവിടെ നടന്ന ക്രമക്കേടുകളിൽ ഓഡിറ്റ് നടക്കുന്നത് ചൂണ്ടിക്കാണിച്ച അദ്ദേഹത്തിന്റെ പേര് അംഗീകരിക്കാൻ ഗവർണറും തയ്യാറായില്ല. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടത്.